എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സാലറി കിട്ടുന്നുണ്ട് അർജുനെ. പക്ഷേ എൻ്റെ സാലറി കിട്ടുന്നത് എനിക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് EMI ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറേ എക്സ്പെൻസ് ഉണ്ട്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അർജുൻ്റെ ഇൻകം കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എനിക്ക് 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇതിൽ ഒരെണ്ണത്തിൽ എൻ്റെ കംപ്ലീറ്റ് ഇൻകം, അതൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് കംപ്ലീറ്റ് ഇൻകം വരുന്നത് ആ ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, രണ്ടാമതൊരു ബാങ്ക് അക്കൗണ്ട് എൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അക്കൗണ്ട്. ഇതിൽ EMI, എനിക്ക് ഫിക്സഡ് ആയിട്ട് മന്ത്ലി എക്സ്പെൻസുകൾ, എൻ്റെ ലിവിങ്ങിലുള്ള എക്സ്പെൻസുകൾ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് പോകും. മൂന്നാമതൊരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിനും സേവിങ്സിനും വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ എനിക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് SIPs ഉണ്ട്. ഇതെല്ലാം അതിലേക്ക് പോകും. ഇങ്ങനെയാണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് എനിക്കത് ബഡ്ജറ്റ് ചെയ്യാനും പറ്റും. ഓരോ മന്തിലും വരുന്ന എക്സ്പെൻസ്, ഇനി ഓവർ എക്സ്പെൻസ് ഒരു മന്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും. ഇവിടെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് നടക്കുന്നുണ്ട്, എക്സ്പെൻസുകൾ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ എനിക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വരുന്ന ഇൻകം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോപ്പറായി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ ഇൻകം സാലറി എന്ത് ചെയ്യുന്നത്, ഡിസ്പേഴ്സ് ചെയ്യുന്നത്. അൻസഫിന് ഇപ്പോൾ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? ഇപ്പോൾ കറന്റ്ലി ഒന്നുള്ളൂ. ഓക്കെ, ഈ ഒരു മെത്തേഡിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ മിനിമം അൻസഫിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റും.